ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ ഒരു പുതിയ ക്യാരക്ടറിനെയും കാണിച്ചിട്ടായിരുന്നു ഈ എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിലും അയാളെ തന്നെയാണ് കാണിക്കുന്നത്. അയാളുടെ പേര് കിം എന്നാണ്. ജിയോണും യോങ്കിയും ഇവരെല്ലാവരും തന്നെ ഇയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇയാളെക്കുറിച്ച് പറയുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ പൈസ കടം കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഗാങ്സ്റ്ററിൻ്റെ ടീമിൽ വരുന്ന ഒരാളാണെന്നൊക്കെ പറയാം. അതായത് പിള്ളേരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്. ജിയോണും യോങ്കിയും എല്ലാം യോമ്പിന് വേണ്ടിയിട്ട് സിയോണുമായിട്ട് അടിയുണ്ടാക്കാൻ പോയ കാര്യം അറിഞ്ഞിട്ട് അയാളിപ്പോൾ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു നിർത്തിയിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ടൈമിന് വേറെ പണിയൊന്നും ചെയ്യാനായിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം യോങ്കി ജിയോണിൻ്റെ കസിനാണ് യോങ്ബിൻ. അപ്പോൾ അവൻ ഒരു പയ്യൻ അടിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ആ പയ്യനെ തിരിച്ചടിക്കാൻ ചെന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അയാൾ ജിയോണിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അയാൾ ജിയോണിൻ്റെ ബോസ് ആയതുകൊണ്ട് തന്നെ ജിയോണാണെങ്കിൽ അയാളെ തടയാൻ നിൽക്കുന്നില്ല. അടിക്കുന്ന സമയത്ത് കിം ജിയോണിനോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പണി ചെയ്യാൻ പോരുത്, മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കിക്കൊള്ളുമെന്ന്. അതിനുശേഷം സിയൂണിനെയും സുഹോയിനെയും സിയോക്കിനെയും കാണിക്കുമ്പോൾ സുഹോയും സിയോക്കും കൂടെ സിയൂണിൻ്റെ അടുത്ത് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു ആർക്കേഡ് പോലുള്ള സ്ഥലത്ത് നിന്നിട്ട് കളിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നമ്മളിവിടെ അസൈൻമെൻറ്റ് ചെയ്യാനല്ലേ വന്നേന്നൊക്കെ പറയുമ്പോൾ സുഹോ ആണെങ്കിൽ വന്ന് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി കളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പോവാറങ്ങുമ്പോൾ സുഹോ ആണെങ്കിൽ തോക്കുന്ന ആൾ വേണം ഫുഡ് വാങ്ങിച്ചു തരാൻ, അതുകൊണ്ട് വീണ്ടും കളിക്കാനൊക്കെ പറഞ്ഞിട്ട് അവനായിട്ട് കളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ മൂന്നുപേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഹോ നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂൺ എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹോ ഇപ്പോഴത്തേക്ക് നിന്നെ വിടാം, അടുത്ത പ്രാവശ്യം നിന്നെ വിടത്തില്ല, നിന്നെയും കൊണ്ടേ ഞങ്ങൾ പോളൂ എന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് രണ്ട് വഴിക്ക് പിരിയുന്നുണ്ട്. അതിനുശേഷം ജിയോണിനെ കാണിക്കുമ്പോൾ നേരത്തെ കിം അവൻ അടിച്ചതുകൊണ്ട് തന്നെ ജിയോണിൻ്റെ കൈക്ക് പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിന് യോങ്ബിൻ അവനെ കാണാൻ വന്നിട്ട് നിൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ കിമ്മും ഉണ്ടായിരുന്നു. കിമ്മിനെ യോങ്ബിൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കിം അപ്പോൾ യോങ്ബിൻ്റെ അടുത്ത് നീ കാരണമാണ് അവനിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ടാണ് അവനെങ്ങനെ എടുത്തിട്ട് അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത് വീണ്ടും സിയൂണിനെ കാണിക്കുമ്പോൾ അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന ടൈമിന് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ഒരു കുട വാങ്ങുന്നുണ്ട്. അങ്ങനെ അതിനുള്ള ക്യാഷ് കൊടുക്കാനായിട്ട് കൗണ്ടറിലോട്ട് പോകുന്ന സമയത്താണ് യോങ്കി ആ ഒരു കടയിൽ നിൽക്കുന്നത് കാണുന്നത്. നോക്കുമ്പോൾ അവളാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് മോഷ്ടിക്കുമായിരുന്നു. അതവൻ മൊത്തത്തിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അവനെ കാണുമ്പോൾ അവളാണെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്കൊരു നാണക്കേട് തോന്നുകയാണ്. അവൻ പണി വയ്ക്കുമെന്നും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈയും പിടിച്ച് അവൻ്റെ കൂടെയാണ് വന്നതെന്നുള്ള രീതിയിൽ പതുക്കെ ലിപ്സ്റ്റിക്കും എടുത്തുകൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. കടയിൽ നിന്ന് ഇറങ്ങി കഴിയുന്നതും അവനാണെങ്കിൽ അവളുടെ കൈ വിട്ടിട്ട് നേരെ കുടയും പിടിച്ചങ്ങ് പോകുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ എനിക്ക് കുടയില്ല, ഞാനും നിൻ്റെ കൂടെ വരുന്നു പറഞ്ഞിട്ട് സിയൂണിൻ്റെ സമ്മതമൊന്നും തന്നെ വാങ്ങാൻ നിൽക്കാതെ അങ്ങ് അവൻ്റെ കൈയും പിടിച്ച് പോകുന്നുണ്ട്. പക്ഷേ അവന് വീട്ടിലേക്ക് പോകാനായിട്ട് അവൾ സമ്മതിച്ചില്ല. ഫുഡ് കഴിക്കാനുള്ള രീതിയിൽ അവനെയും കൊണ്ടൊരു കടയിൽ കയറി. അവൻ ഫുഡ് കഴിച്ചില്ല, അവളിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൻ ഞാൻ ഇനി പോട്ടെ എന്ന് നോക്കുമ്പോൾ അവളാണെങ്കിൽ ഇല്ല, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല, എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിന് നിൻ്റെ ഫോൺ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കാതെ തന്നെ അവൻ്റെ ഫോൺ എടുത്ത് നമ്പറൊക്കെ എടുക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ആ സമയം അവൾ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അവനപ്പോൾ നിനക്ക് അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നീ ഭയങ്കര റൂഡാ, പക്ഷേ ആ ടൈപ്പ് ചെക്കന്മാരെ എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യോങ്കി ആണെങ്കിൽ എന്നാൽ ശരി ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോകുന്നുണ്ട്. സിയൂണും തിരിച്ചങ്ങ് പോവുകയാണ്. അതിനുശേഷം ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് യോങ്ബിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം അവനിപ്പോൾ ആ ഒരു ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കൂൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ ബുക്സും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ യോങ്ബിനാണെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അവൻ സിയൂണിനൊന്ന് നോക്കിയ ശേഷം നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്നെൻ്റെ കൂടെ വരാവോ പ്ലീസ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം തൊട്ടടുത്ത് തന്നെ സുഹോയും ഉണ്ട്, സിയോക്കും ഉണ്ട്. അപ്പോൾ അവരും ഇവൻ്റെ കൂടെ അങ്ങ് ചെല്ലാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും യോങ്ബിനിൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ യോങ്ബിനാണെങ്കിൽ മുട്ടൂത്തി ഇന്ന് കാലിൽ വീണിട്ട് സിയൂണിനോട് പറയുന്നുണ്ട് പ്ലീസ് ആ ഡ്രഗ്സ് എൻ്റെ അല്ലാതെ നീയാണെങ്കിൽ ഒന്ന് പറയണം, കാരണം എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ, എനിക്കാണെങ്കിൽ വേറെ അഡ്മിഷൻ പോലും കിട്ടുന്നില്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞാനെന്ന് വെച്ചാൽ ജീവനാ, എൻ്റെ അമ്മയ്ക്ക് ഞാനാണ് ശരിക്കും ചെയ്തെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പോലും പറ്റത്തില്ല, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അതെൻ്റെ ഡ്രഗ്സ് അല്ലാതെ നിങ്ങൾക്കൊന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഖം അതൊന്നും പറയണ്ട, ഇതൊക്കെ ഇവൻ്റെ നാടകമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ എന്നിങ്ങനെ സിയൂണിനോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയാതെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ യോമ്പിൻ കൊണ്ടുപോകുന്നൊരു സ്ഥലത്തേക്ക് ഇവർ പോകുന്ന ടൈമിന് സുഹോ ആണെങ്കിൽ നീ എങ്ങനെ ഞങ്ങളെ പറ്റിച്ചാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കൊന്നുകളയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരിക്കും പറ്റിച്ചായിരുന്നു കൊണ്ടുപോകുന്നത്. നേരെ കൊണ്ടുപോയത് ആ കിമ്മിൻ്റെ ജിയോണിൻ്റെ അടുത്തേക്കായിരുന്നു. കിമ്മിനെ അന്ന് അവൻ ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ സിയൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിമ്മുമായിട്ട് ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു സിയൂണിനെ അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ കിമ്മിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് യോങ്ബിൻ അവരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കിമ്മാണെങ്കിൽ ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്
നിങ്ങളൊക്കെ കാരണമാണ് യോങ്ബിന് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അതേപോലെ തന്നെ യോങ്ബിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ജിയോണിനെയും നീയൊക്കെ എടുത്തിട്ട് അടിച്ചില്ലേ, അങ്ങനെയാണ് അവൻ്റെ കൈ ഒടുങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സുഹോ അത് ഞങ്ങളാണ് ചെയ്തതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിമ്മാണെങ്കിൽ പിന്നെ നിങ്ങളല്ലാതെ വേറെ ആരാന്നിങ്ങനെ ചോദിക്കുകയാണ്. സിയൂണപ്പോൾ പ്രൂഫ് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അയാളുടെ കയ്യിലൊരു കത്തി എടുത്തിട്ട് സുഹോയുടെ കയ്യിൽ ചെറിയൊരു മുറിവ് വരുത്താണ്. എന്നിട്ട് മര്യാദയ്ക്ക് ആ ഒരു കൈ ഒടിച്ചതിനുള്ള നഷ്ടപരിഹാരമായിട്ടുള്ള പൈസ എനിക്ക് തന്നോണം, തന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ 3 കൊന്നുകളയും, ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഒരുത്തനെയും കൊല്ലാൻ മടിയില്ല എന്ന് പറയുന്നുണ്ട്. സുഹോ അപ്പോൾ ഇത്രയ്ക്ക് ധൈര്യത്തിൽ പറയാൻ മാത്രം അത് അത്രയ്ക്കൊരു സംഭവമൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ 3 ദിവസം സമയം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ സിയോണും ഒക്കെ സ്കൂളിൽ പോകുമ്പോഴായാലും തിരിച്ച് വരുമ്പോഴായാലും അക്കാഡമിയിലോട്ട് പോകുമ്പോഴൊക്കെ ആയാലും ഈ ഒരു കിമ്മിൻ്റെ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സുഹോ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഇവരെ നിരീക്ഷിക്കുകയാണെന്ന് മനസ്സിലായിട്ട് സിയൂണ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ബോങ്കീനെ കോൾ ചെയ്യാണ്. കാരണം ലാസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് അവളാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇവരെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവളെ കോൾ ചെയ്തിട്ട് എനിക്ക് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അവളോട് അടുത്ത് വെച്ച് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവളടുത്ത് ശരിക്കും എന്താ സംഭവം, അയാൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബോങ്കി അത് കിമ്മ്, അയാളെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ ജോലിയൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം തരുന്ന ആളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവൻ എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോൾ ബോങ്കിയാണെങ്കിൽ അത് ഓരോരോ ജോലി, അത് നീ അറിയണ്ട, നീയാണെങ്കിൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് പൈസ കൊടുത്തേക്ക്, അയാൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും അയാൾ കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് ഞാൻ ആ പൈസ കൊടുക്കത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം ബോങ്കിയാണെങ്കിൽ ഇല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ അവസ്ഥയിലൊക്കെ ആയി പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞ് എല്ലാം ഇതോടെ അവസാനിക്കുമെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആ സമയം അവളുടെ മുഖത്തുനിന്നുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഇല്ലാന്നൊരിത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സിയോക്കിനെയാണ്. സിയോക്കിപ്പോൾ പൈസ കണ്ടെത്തണം എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ രാത്രി അവൻ്റെ അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് അവനാണെങ്കിൽ അച്ഛൻ അറിയാതെ അച്ഛൻ്റെ റൂമിലേക്ക് കയറിയിട്ട് നല്ല വില വരുന്നൊരു വാച്ച് മോഷ്ടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവനാണെങ്കിൽ സ്കൂളിലേക്ക് ചെന്നിട്ട് സുഹോയിനെയും സിയൂണിനെയും വിളിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് ചെന്ന ശേഷം കിമ്മിന് കൊടുക്കണമെന്ന് പറഞ്ഞ് അത്രയും പൈസ എടുത്ത് അവരുടെ കൈ കൊടുത്തിട്ട് ഈ പൈസ അയാൾക്ക് കൊടുത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയൂണും സുഹോയും അല്ല നിനക്ക് ഈ പൈസ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു വാച്ച് എടുത്ത് വിറ്റു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് ഈ പൈസയൊന്നും വേണ്ട, നീ ഇതെല്ലാം തിരിച്ചും കൊണ്ടുപോയേക്ക്, അതൊക്കെ അടച്ചു തീർക്കാനുള്ള വഴി ഞാൻ വേറെ എങ്ങനെയും കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ്. ആ സമയം സുഹോയും ശരിയാ, ആ ഒരു വാച്ചെല്ലാം നീ തിരിച്ചെടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയോക്ക് അത് വേണ്ട എന്നുള്ള രീതി നിൽക്കുമ്പോൾ സിയൂണാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയാണ്. ആ സമയം സുഹോ എന്താ നീ പോലീസിനെ അറിയിക്കാൻ പോവാണോ എന്ന് വെച്ചപ്പോൾ അത് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നത്. സിയൂൺ യോങ്കീനെ മീറ്റ് ചെയ്യുന്ന ടൈമിന് അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നല്ലോ, അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെ അവൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിമ്മ് യഥാർത്ഥത്തിൽ ആരാണെന്ന്. കിമ്മും എബ്രോഡുള്ള അയാളുടെ കുറച്ച് ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫ്രീ മണി എന്ന് പറഞ്ഞിട്ട് പൈസ വെച്ച് കളിക്കുന്ന, അതായത് ഗാംബ്ലിങ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു മൊബൈൽ ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരെല്ലാവരും ജോയിൻ ചെയ്യും. ആദ്യമൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഇവർ തന്നെ മനഃപൂർവ്വം ആ ഗെയിമിൽ അവരെ ജയിപ്പിച്ചു വിടും. അപ്പോൾ ആ ഗെയിമിൽ കൂടെ ജയിച്ച് ഇവർക്ക് പൈസ കിട്ടാൻ തുടങ്ങും. അങ്ങനെ കുറേ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കളിക്കുന്ന പയ്യന്മാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. അങ്ങനെ പിന്നീട് കുറേ കളിയാകുമ്പോഴത്തേക്കും ഇവർ കുറേ പൈസ എടുത്തിട്ടിട്ട് കളിക്കാൻ തുടങ്ങും, ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ. എന്നാൽ ആ സമയം ഈ ഗെയിമിൽ ഇവർ മനഃപൂർവ്വം തോൽപ്പിക്കുക, അതായത് കിമ്മിൻ്റെ പാർട്ട്നേഴ്സും. അങ്ങനെ ആ പയ്യന്മാർക്ക് കുറേ കടം വരും. അപ്പോൾ ഈ പയ്യന്മാരാണെങ്കിൽ ഈ കടം വരുന്ന പൈസ അടച്ചു തീർക്കണം. ഗെയിമിൽ തോക്കുന്ന പയ്യന്മാരെല്ലാവരെയും തന്നെ കിമ്മാണെങ്കിൽ മീറ്റ് ചെയ്യും. കിമ്മിനെ അറിയുകയും ചെയ്യാം ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരുടെ അത്രയും പൈസ ഇല്ലയെന്ന്. കിമ്മാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറച്ച് ദിവസം സമയവും കൊടുക്കും, എങ്ങനെയും പൈസ അടച്ചു തീർക്കാനായിട്ട്. ചില പയ്യന്മാർ അവരെ അമ്മയൊക്കെ അറിയാതെ അവരുടെ കാർ കൊണ്ട് കൊടുക്കുകയും പിന്നെ അല്ലാതെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അത് മൊത്തത്തിൽ അടച്ചു തീർക്കത്തില്ല. പിന്നെ ചിലർക്ക് ഇങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെല്ലാവരെയും തന്നെ കിമ്മ് പൈസ അടയ്ക്കാനുള്ള ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും കിമ്മിൻ്റെ കൂടെ കൂട്ടും. അതായത് കിമ്മ് പറയുന്നതെല്ലാം അനുസരിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്കാർക്കും തന്നെ എതിർക്കാൻ പോലും പറ്റത്തില്ല. കാരണം കിമ്മാണെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നുള്ള ഒരാളാണെന്ന് ഈ പയ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കിമ്മ് ആ പയ്യനാണെങ്കിൽ അവൻ്റെ കൂടെ നിന്നിട്ട് അയാൾ പറയുന്നതൊന്നും ചെയ്തില്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ പാരൻസിനെ എല്ലാം കൊന്നു കളയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ആ ഒരു പയ്യന്മാർ പിന്നെ കിമ്മ് പറയുന്നതെല്ലാം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇത്രയും പിള്ളേർ കിമ്മിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ യോങ്കി പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു. അതേപോലെ തന്നെ കിമ്മാണെങ്കിൽ ഇല്ലീഗലായിട്ട് സെല്ല് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെയും പിന്നെ ഇതുപോലെ തന്നെ ഈ പയ്യന്മാർ വെച്ചിട്ട് ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു ഗെയിമിൻ്റെയും ആ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പറയുന്ന ടൈമിന് സിയൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സിയൂനിപ്പോൾ
സുഹോയ്ക്കും സിയോക്കിനും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവൻ്റെ ഫോണിലുള്ള ഫോട്ടോസും കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് പോലീസിൽ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹോയും ഓക്കെ നല്ല പ്ലാനാണെന്ന് പറയുന്നുണ്ട്. അന്നത്തെ ദിവസമായിരുന്നു ഇവർക്ക് പൈസ അടച്ചു തീർക്കാനുള്ള അവസാനത്തെ ദിവസം. അങ്ങനെ ഇവനാണെങ്കിൽ 3 പേര് സ്കൂൾ വിട്ട് ഇറങ്ങുന്ന ടൈമിന് അവിടെ പുറത്ത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്തായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നതും സുഹോ സിയൂണിനെയും സിയോക്കിനെയും മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ എന്തായാലും വിശ്വസിക്കില്ല. അതിന് പകരം ഞാനാണെങ്കിൽ കിമ്മിൻ്റെ കൂടെ ഇപ്പോൾ പോവാം. ഞാനാണെങ്കിൽ എങ്ങനെയും കിമ്മിൻ്റെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരാം. അങ്ങോട്ടേക്ക് നിങ്ങൾ പോലീസിനെ കൊണ്ട് വന്നാൽ മതി. എന്നാലേ പോലീസിനെ നേരിട്ടും കൂടെ കാണുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളൂ. കിമ്മിനെ ആണെങ്കിൽ പോലീസ് പിടിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഉള്ള ഈ ഡ്രഗ്സിൻ്റെ ഫോട്ടോസ് മാത്രം കാണിച്ചാൽ പോലീസുകാർ ഒരിക്കലും വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോണും അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. സുഹോ അപ്പോൾ നിങ്ങൾ പേടിക്കാതെ ഈ സ്കൂളിലെ ഹീറോ തന്നെ ഞാനല്ലേ, ഞാനല്ല സെറ്റാക്കി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നേരെ അവൻ കിമ്മിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കിമ്മാണെങ്കിൽ ഇവനെ കാണുന്നതും നിൻ്റെ കൂടെയുള്ള ബാക്കി 2 പേരും ഇവിടെ പൈസ റെഡിയായോ പൈസ തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സുഹോ ആണെങ്കിൽ പൈസയൊക്കെ ഞാൻ തരാം, പിന്നെ നീയാണെങ്കിൽ അല്ലാണ്ട് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ നിൻ്റെ മറ്റേ ഗാംബ്ലിങ്ങിൻ്റെ ഗെയിമൊക്കെ വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കിം അല്ല അത് നിനക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ആ ഒരു യോങ്ബിനുണ്ടല്ലോ ജിയോണിൻ്റെ കസിൻ, അവൻ എൻ്റെ കൂടെ അല്ലേ എൻ്റെ ക്ലാസ്സിലല്ലേ പഠിച്ചത്, അവനൊരിക്കൽ ആ ഒരു ഗെയിമിൻ്റെ സൈറ്റ് എടുത്ത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്കങ്ങനെ അറിയാം. ഞാൻ തനിക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളാണെങ്കിൽ ആദ്യമെല്ലാം 50,000 രൂപ കൊടുത്തിട്ട് ഫസ്റ്റ് ട്രൈയിൽ ആ പയ്യന്മാരെ ജയിപ്പിക്കുന്നതിന് പകരം ഒരു 2-3 കളിയിൽ പയ്യന്മാരെ ജയിപ്പിക്കണം. അപ്പോൾ ആ പയ്യന്മാർ അവന്മാരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി ഈ കളിയുടെ കാര്യം പറയും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവന് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ട് നീ ശരിക്കും അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ തൻ്റെ സ്ഥലത്ത് പോയിരുന്ന് സംസാരിച്ചാലോ, അവിടെ ചെന്നിട്ട് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പൈസയുടെ കാര്യം സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. കിമ്മ് ഓക്കെ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം യോങ്കിയാണെങ്കിൽ ബാക്കി 2 പേരും കൂടെ വരട്ട് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് അതൊന്നും കേൾക്കാൻ നിൽക്കാതെ കിമ്മാണെങ്കിൽ സുഹോവിനെയും വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം ജിയോണും യോങ്കിയും കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജിയോണാണെങ്കിൽ യോങ്കിയുടെ അടുത്ത് നീ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം യോങ്കി നോക്കുമ്പോൾ സിയൂണും പിന്നെ സിയോക്കും കൂടെ ആയിട്ട് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്. അങ്ങനെ യോങ്കി കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ അവന് കൊടുത്തത് തന്നെ ഈ കിമ്മിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണ്. കാരണം അവക്കും അയാളുടെ കീഴിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ ഇപ്പോൾ സിയൂൺ വരുന്ന കാണുമ്പോൾ നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സുഹോ അയാളുടെ കൂടെ പോയി നീയാണെങ്കിൽ എന്തിനാ അവൻ ഒറ്റയ്ക്ക് വിട്ടത്, പോലീസിനെ അപ്പോൾ കൊണ്ടുവരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇനി പോലീസിനെ ഞങ്ങൾ വിളിക്കാൻ പോവാ, അയാളുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഞങ്ങൾക്ക് പറഞ്ഞാൽ അയാൾ സുഹോവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും സുഹോയുടെ ഫോണിലേക്ക് സിയൂൺ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതേസമയം സിയോക്ക് ആ ഒരു അഡ്രസ്സ് നോട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു ടാക്സി വിളിക്കുകയാണ്. ആ സമയം സിയൂൺ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സിയോക്ക് മര്യാദയ്ക്ക് ഞാൻ തന്ന പൈസ അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ സുഹോവിനെ അയാളുടെ കൂടെ വിടേണ്ടി വരത്തില്ലായിരുന്നു. അയാൾ സുഹോവിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്, ഞാൻ ആ അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ ആ ടാക്സി കയറി അങ്ങ് പോകുന്നുണ്ട്. സിയൂണിനാണെങ്കിൽ അവനെ തടയാനും പറ്റുന്നില്ല. ആ സമയം ഇതെല്ലാം കണ്ടിരിക്കുന്ന ജിയോണാണെങ്കിൽ യോങ്കിയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കിമ്മിനെ ജയിലിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അയാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നിനക്കും ഇങ്ങനൊരു ലൈഫ് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ജിയോണിനോടും പറയുന്നുണ്ട്. ജിയോൺ അത് എതിർക്കുന്നുമില്ല. അതിനുശേഷം സുഹുവിനെ കാണിക്കുമ്പോൾ സുഹാണെങ്കിൽ ഇപ്പോൾ കിമ്മിൻ്റെ കൂടെ അയാളുടെ ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അത് കയറുന്നതിന് മുമ്പേ ആയിട്ട് കിമ്മ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരാളുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയം സുഹയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിമ്മിൻ്റെ പയ്യന്മാരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സുഹയ്ക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറ്റത്തില്ല. എന്നാൽ സുഹയുടെ ഫോണും അവൻ്റെ സ്മാർട്ട് വാച്ചും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സിയൂൺ അയച്ച ആ ഒരു മെസ്സേജ്, അതായത് ആ വീടിൻ്റെ അഡ്രസ്സ് അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു സ്മാർട്ട് വാച്ചിൽ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് സ്മാർട്ട് വാച്ചിൽ കൂടെ ആയിട്ട് അവനാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്ത് അയക്കുന്നുണ്ട്. അതായത് ഒരു ബ്ലൂ കളർ ഗേറ്റ് ഉള്ളതാണല്ലേ കിമ്മിൻ്റെ വീട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്ന പയ്യന്മാർക്ക് പോലും അവൻ റെക്കോർഡ് ചെയ്യുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നുണ്ട് സിയൂണിന്. അതിനുശേഷം സുഹോവിനാണെങ്കിൽ അയാളെ വീട്ടിലേക്ക് കൊണ്ട് കയറ്റാണ്. അങ്ങനെ കിമ്മുമായിട്ട് വീട്ടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതും കിമ്മാണെങ്കിൽ സുഹോവിനെടുത്ത് നിൻ്റെ ഫോൺ തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിയൂണിന് അയച്ച മെസ്സേജ് കാണാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ സുഹോ ആണെങ്കിൽ ഫോൺ എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കിമ്മ് അത് പിന്നെ നമ്മൾ തമ്മിൽ ഈ പൈസയൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരും അറിയാതിരിക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുഹോ അത് പേടിക്കണ്ട, ഇതുപോലുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ പേഴ്സണലായിട്ടേ വച്ചേക്കത്തുള്ളൂ, അങ്ങനെ ആരുടെ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കിമ്മ് അങ്ങനെയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം പെട്ടെന്ന് കിമ്മിൻ്റെ ആൾക്കാരിലൊരാൾ സുഹോയുടെ പുറകെ നിന്നിട്ട് അവൻ്റെ തലയിലിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ബോധം പോവാതെ അവിടെ താഴേക്ക് വീഴുമ്പോൾ കിമ്മാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം കിമ്മിന് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ സിയൂണിനാണെങ്കിൽ ഇവനൊരു വോയിസ് മെസ്സേജ് അയച്ചെന്നൊക്കെ. ആ സമയം സിയൂണ് അതിനൊരു റിപ്ലൈ ഇടുന്നുണ്ട്, അതായത് ഞാൻ പോലീസുമായിട്ട് വരുവാണെന്ന്. അത് കാണുന്നത് കിമ്മ് ഷോക്കായിട്ട് ഇവൻ പോലീസിനാരെ വിളിച്ചു വരുത്തി, വാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് കിമ്മ് അയാളുടെ ആൾക്കാരെടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം സിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ആ ടാക്സിയിൽ ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവനങ്ങനെ അവിടെ എത്തിയിട്ട് കറക്റ്റ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡോറിൽ നോക്ക് ചെയ്യുന്ന ടൈമിന് ഓപ്പൺ ചെയ്യുന്നത് കിമ്മ് തന്നെയാണ്.
സിയോക്ക് നോക്കുമ്പോൾ സുഹു അവിടെ ബോധമില്ലാതിരിക്കുന്നതും കാണുന്നുണ്ട്. ആ സമയം സിയോക്ക് പേടിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഈ പൈസ എടുത്തോ, എൻ്റെ ഫ്രണ്ടിനെ വെറുതെ വിടണമെന്ന് പറയാണ്. ഇതേ സമയം സിയുവിനെ കാണിക്കുകയാണെങ്കിൽ അവൻ പോലീസ് വണ്ടിയിൽ പോലീസുകാർക്ക് അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ട് അവരെയും കൊണ്ട് വരുമായിരുന്നു. എന്നാൽ സിയൂൺ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലും ആരുമില്ല, സിയോക്കും ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് ആ പോലീസുകാരാണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയം ആരെയും തന്നെ കാണുന്നില്ല. പോലീസുകാർ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഏരിയ അല്ല, അതുകൊണ്ട് തന്നെ ഈ കേസ് നോക്കേണ്ടത് ഞങ്ങളല്ല, പിന്നെ ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ നിന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചായിരിക്കും. ആ സമയം സിയൂണ ഡ്രഗ്സിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് അല്ല ഇവിടെ ഇങ്ങനത്തേക്ക് പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ ചിലപ്പോൾ നിന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചായിരിക്കും, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാണ്. എന്നാൽ സിയൂണിന് ഉറപ്പുണ്ട് അത് തന്നെയാണ് സ്ഥലമെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു വീടിൻ്റെ പുറകു വശത്തേക്ക് ചെന്നിട്ട് അതുവഴിയുള്ള മതിൽ ചാടി നോക്കുമ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഡോർ അവന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ച് അവനാണെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ താഴെ ബ്ലഡ് കിടക്കുന്ന കാണുന്നുണ്ട്. അത് നേരത്തെ സുഹോയുടെ തലക്കിട്ട് അടിച്ചപ്പോൾ അങ്ങനെ വന്ന ബ്ലഡാണ്. അത് കാണുമ്പോൾ തന്നെ സുഹോയ്ക്ക് എന്തോ പറ്റിയെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ സുഹോവിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കോൾ അറ്റൻഡ് ആവുന്നില്ല. അപ്പോൾ തന്നെ അവൻ ഉറപ്പാകുന്നുണ്ട് സുഹോവിന് അവരെന്തോ ചെയ്തെന്ന്. ആ സമയം കഴിഞ്ഞ ദിവസം യോങ്കി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പയ്യന്മാരാണെങ്കിൽ പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ അമ്മയുടെ കാറൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കാറിൻ്റെ കീയും അതുപോലെ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ ഡ്രഗ്സൊക്കെ വെച്ചിരിക്കുന്ന റൂമുണ്ടെന്ന്. അങ്ങനെ ആ ഒരു റൂമിൻ്റെ അകത്തും സിയൂണാണെങ്കിൽ ഇപ്പോൾ കയറി നോക്കുന്നുണ്ട്. അതേസമയം സിയോക്കിനെയും സുഹോവിനെയും കാണിക്കുകയാണെങ്കിൽ കിമ്മും ആൾക്കാരും അവരെ ഇപ്പോൾ കിമ്മിൻ്റെ വണ്ടി കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റിട്ടേൺ വരെ ബൈ.